സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷിയാസ് കരീമാണ് അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മുടെ മോഡലിംഗ്, ബിഗ് ബോസ് താരം, നമ്മുടെ ഫ്ലവർ TV താരം ഷിയാസ് കരീമിനെതിരെ ഒരു സ്ത്രീ കേസ് കൊടുത്തിരിക്കുന്നു. ലൈംഗിക പീഡന കേസൊന്നുമല്ല, ചീറ്റിംഗ് കേസാണ് പറഞ്ഞത്. സാമ്പത്തിക തട്ടിപ്പ് ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ആ സ്ത്രീക്ക് ഒരു 45 വയസ്സോളം ഉണ്ട്. ഷിയാസ് കരീം പറഞ്ഞത് ആ സ്ത്രീക്ക് ഏകദേശം 60 വയസ്സുണ്ടെന്നാണ്. അത് ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ടുപേര് പരസ്പര കുറ്റപ്പെടുത്തുമല്ലോ. ഒരു കാലത്ത് രണ്ടുപേരും തേനും പാലും ആണെങ്കിലും തമ്മിൽ തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും വ്യത്യസ്ത ദ്രവങ്ങളിലായിരിക്കും അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷിയാസ് കരീമിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഷിയാസ് കരീമിനെതിരെ ഇതുപോലെ തന്നെ ഒരു സ്ത്രീ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആളുടെ വിവാഹത്തിന് കുറച്ച് ഒരു 5-6 മാസം മുമ്പ് അല്ലേ? അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ സ്ത്രീക്ക്, ഇപ്പൊ പരാതി കൊടുത്ത സ്ത്രീക്ക് ഷിയാസ് എത്രക്കാരനാണെന്ന് അറിയാതിരിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഷിയാസ് കരീമിന്റെയും അപ്പുറത്തുള്ള ആളുടെ ചാറ്റ് വോയിസ് ക്ലിപ്പ് വന്നിട്ടില്ല. അതെന്തായാലും വരില്ലല്ലോ. അപ്പോ ഷിയാസ് കരീമിന്റെ കുറച്ച് വാട്സപ്പ് ചാറ്റുകള്, വോയിസ് ക്ലിപ്പുകൾ വെളി വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് വരാം. പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, വർക്ക് ഭയങ്കര ആർക്കും വർക്കില്ല, അതാണ് പ്രശ്നം. ചെറിയ കിട്ടിയ ഈ റൂമിന് റെന്റ്, ഫുഡ് എല്ലാം കൂടി ആകെ പെട്ടു. ഞാൻ പണ്ടാറാണ്ട് എന്താ ചെയ്യാം? ഒരു പൈസ നോട്ടിലൊരു നല്ല കാര്യം പിന്നെ എല്ലാം ഓക്കെ അല്ല, ഇട്ടാതെ ഇട്ടാൽ മതി. ബാങ്കിന്റെ മഹറിന്റെ ആണ് എന്ത് ചെയ്യുന്ന ഞാൻ എന്തായാലും 10 ദിവസം ഫ്രീ ആണ്. ഞാൻ അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് തന്നെ പോയി ചെയ്യാം. ഇൻഷാ അല്ലാഹ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഇയർ ഓള് ദുബായിൽ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ നേരെ അബുദാബി അങ്ങോട്ട് സൗദിയിലേക്ക് വന്നിട്ട് 10 ദിവസം ഉമ്മയും പരിപാടി ആയിട്ട് ഇൻഷാ അല്ലാഹ് കൺഫേം. മറ്റേത് അയച്ചാർന്നോ? ഈ അവൻ ഈ ഏരിയയിൽ, കറാമ ഏരിയയിലൊക്കെ അവിടെ റൂം ഉണ്ടെന്ന് വെച്ചേക്ക് ഭയങ്കര പൈസ ആവോ? എൻ്റെ കട അധികം നിൽക്കാമല്ലോ. നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയട്ടോ. ഇവിടുത്തെ ബാലൻസ് എത്ര പൈസ കിട്ടും? അത് ഞാൻ വാങ്ങിക്കണോ അതോ എന്ത് ചെയ്യണ്ടേ? നമ്മളെന്തായാലും മറ്റേ കാര്യം നീ മുജിന് പോയി കാണാം. അവൻ അങ്ങനെ ഒഴിവാക്കണമെന്നായിരിക്കില്ല, അവരെന്തിനും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതൊന്ന് പോയി കണ്ടോക്ക്, എന്താ പറഞ്ഞു നോക്ക്. നിനക്കപ്പോ എന്നെ വേണ്ടല്ലോ? ആയിക്കോട്ടെ, ശരി എന്നാട്ടാ. ഓക്കെ, ബൈ. പറ കുഴപ്പമൊന്നുമില്ല, ശരിയാ. ഇപ്പൊ എന്നെ വേണ്ടല്ലേ? ഞാൻ പെണ്ണിട്ട് നിനക്ക് കഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ഷിയാസ് കരീമിന്റെ കേസ് കൊടുത്ത ആ ന്യൂസുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഓക്കെ. ആരോപിച്ച് പരാതി. കൊച്ചിക്കാരിയായ യുവതിയാണ് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. 2024 മുതൽ ഷിയാസ് കരീം ലൈംഗിക ചൂഷണം നടത്തുന്നുവെന്നും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയതെന്നുമൊക്കെ പരാതിയിലുണ്ട്. പരാതി പരിശോധിച്ച് കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. എന്നാൽ ഈ പരാതിയെ കുറിച്ച് അറിയില്ല എന്നാണ് ഷിയാസ് കരീം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുന്നത്. ഷിയാസ് കരീമിനെതിരെ ഇന്ന് രാവിലെയാണ് കഴിഞ്ഞ 7 വർഷമായി കൊച്ചിയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരിയായ യുവതി പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ: 2023 ജൂണിലാണ് ഷിയാസ് കരീമിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നത്. പരിചയം സൗഹൃദമായി. 2024 ഷിയാസിനൊപ്പം ലിവിംഗ് റിലേഷനിലായി. ആദ്യഘട്ടത്തിൽ പലപ്പോഴായി 10 ലക്ഷം രൂപ ഷിയാസ് തന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു. തന്റെ കുടുംബ സ്വത്ത് വിറ്റ കാര്യം അറിഞ്ഞതോടെ ജിം തുടങ്ങാനെന്ന പേരിൽ 22 ലക്ഷം രൂപ പിന്നെയും വാങ്ങി. ജിം തുടങ്ങിയാൽ അതിന്റെ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി. തന്നെ ആജീവനാന്തകാലം ഒപ്പം നിർത്താമെന്ന് ഉറപ്പും പറഞ്ഞു. അതിനിടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് തന്റെ ഗർഭപാത്രം നീക്കിയപ്പോൾ ഷിയാസ് തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനിടയിലും ലൈംഗിക ചൂഷണം തുടർന്നു. വിവാഹത്തിനായി വസ്ത്രങ്ങൾ എടുക്കാനും വിവാഹ സൽക്കാരം നടത്താനുമെല്ലാം തന്റെ കയ്യിൽ നിന്ന് ഷിയാസ് പണം വാങ്ങി. വിവാഹശേഷവും താനുമായി ഷിയാസ് അടുപ്പം തുടർന്നുവെന്നും
ലൈംഗിക ചൂഷണം പതിവാക്കിയെന്നും യുവതി. കൊച്ചിയിലും കോഴിക്കോട്ടും പല ഹോട്ടലുകളിലും താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായി. ഒടുവിൽ എതിർത്തതോടെ സുഹൃത്തുമായി തന്റെ കോഴിക്കോടുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇതടക്കം ഷിയാസിനൊപ്പമുള്ള നഗ്ന ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ആകെ 49 ലക്ഷം തട്ടിയെടുത്തുവെന്നും യുവതി. എന്നാൽ പരാതിക്കാരിക്കെതിരെ തുറന്നടിച്ച ഷിയാസ് കരീം തന്നെയാണ് യുവതി വഞ്ചിച്ചതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പ്ലാനാണ് ബ്രോ. ഞാൻ ഓൾറെഡി അവരുടെ കേസ് കൊടുത്തതിനാണ്. കേസ് കൊണ്ട് കോടതിയിലുള്ള കാര്യമാണ്. ഇവിടെ കോടതിയിൽ വിളിച്ച സമയത്ത് വിളിപ്പിച്ചപ്പോ അവരോട് എന്റെ പേരിൽ കൊണ്ട് പീഡനം എന്ന് പറഞ്ഞാൽ ഈസിയാണ്. കാരണം എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ് പീഡനം. ഷിയാസ് കരീമിനെതിരെ നേരത്തെയും ലൈംഗിക ചൂഷണ പരാതി ഉയർന്നിരുന്നു. പരാതി പരിശോധിച്ച് ഉടൻ തുടർ നടപടിയെടുക്കുമെന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അതായത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസുകളിൽ 80-90കളിൽ തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്, അതായത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ, അതായത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് പുരുഷ വേശികൾ എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ വളരെ വ്യാപകമാണ്. 80-90കളിൽ തന്നെ. ഏകദേശം നമ്മുടെ 2000 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലും അത് പതുക്കെ ബോംബെയിലും വലിയ വലിയ സിറ്റികളില്, ബോംബെയിലും അതുപോലെ തന്നെ മറ്റേ മദ്രാസ്, ബാംഗ്ലൂര്, ഹൈദരാബാദ് തുടങ്ങിയ സിറ്റികളിലൊക്കെ ഇത് വന്നു. ഏകദേശം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ സമയത്ത് നമ്മുടെ എറണാകുളം, വലിയ വലിയ സിറ്റി, ട്രിവാൻഡ്രം, അങ്ങനെയുള്ള കാലിക്കറ്റ്, ഇങ്ങനെയുള്ളവിടെയൊക്കെ ഈ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്, ഒരു പുരുഷ വേശികൾ എന്ന് പറയുന്നത് വളരെ വ്യാപകമായ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയും കൂടി വളരെ സജീവമായപ്പോൾ ഇത് വളരെ ഷുഗർ ബേബി അല്ലെങ്കിൽ ആ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്, അത് 2-3 വർഷം മുമ്പ് 1-2 സ്ത്രീകൾ ഈ ഷിയാസ് കരീം പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറഞ്ഞ ഇതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഓക്കെ, അതായത് നമ്മളെ മറ്റേ യൂറോപ്യൻ കൺട്രീസിൽ കണ്ടുവരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ എന്താ പറയുക കൂടുതൽ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളാണ് നമ്മുടെ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് അല്ലേ. ഇപ്പൊ ജസ്റ്റ് നമ്മളെ ഈ പോൺ വീഡിയോസുകളൊക്കെ അല്ലെ, ഈ കപ്പിൾസിന്റെ പോൺ വീഡിയോസ് എല്ലാം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സണ്ണി ലിയോണി ഹസ്ബൻഡ് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലടക്കം എത്തി അല്ലെ. വൈഷ്ണവി, ഷാരോൺ പറഞ്ഞ കേസുകളൊക്കെ. അപ്പൊ മറ്റ് വിദേശ രാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ നാടിന്റെ പോക്കെന്ന് പറയുന്നത്. അപ്പൊ ഈ ഷുഗർ ബേബി അല്ലെങ്കിൽ ഈ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്ന കേസുകള് മെയിനായിട്ട് അവിടെ ഒരിക്കലും അവരുടെ സാമ്പത്തിക അല്ലെ മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മെച്ചപ്പെടുത്താനല്ല കൂടുന്നത്. അതറിയാലോ ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത്, ഷിയാസ് കരീമിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ എന്ന് പറയുന്നത് ഏകദേശം ആ സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത് 45-46 വയസ്സാണ്. ഷിയാസ് കരീമിന്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 30 വയസ്സാണ്. അപ്പൊ എന്തായാലും അതൊരു റോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന എന്താ പറയാ, എല്ലാവർക്കും അറിയാം. ഉപ്പും ചോറും തിന്ന് നടക്കണ എല്ലാ ആളുകൾക്കും അറിയാം അതൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലാന്ന്. ഓക്കെ, അത് ആ സ്ത്രീക്കും അറിയാം. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ചെറിയ 10-15 വയസ്സായ പെൺകുട്ടിയല്ല. ഇങ്ങനത്തെ ധാരാളം കേസുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ മറ്റേ എന്താ പറയാ, ഷിയാസ് കരീം എന്ന് പറയുന്നത് ഒരു 30 വയസ്സായ ആള് അല്ലെങ്കിൽ മറ്റേ 40 വയസ്സായ ഒരു സ്ത്രീനെ ഒരിക്കലും വിവാഹം കഴിക്കില്ല. പിന്നെയുള്ളത് ചീറ്റിംഗ്, സാമ്പത്തിക കേസാണ്. സാമ്പത്തിക ചീറ്റിങ്ങിലാണ് അവര് മറ്റേ പരാതി കൊടുത്തിരിക്കുന്നത്. അത് 1-2 രൂപയല്ല, ഏകദേശം റിപ്പോർട്ട് പ്രകാരം 65 ലക്ഷം രൂപയാണ് ഈ സ്ത്രീയിൽ നിന്ന് ഷിയാസ് കരീം പറ്റിച്ചെടുത്തിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തില് ഷിയാസ് കരീം നല്ല എന്താ പറയാ മിടുക്കനാണെന്ന് പറയാം. അതായത് ഈ ഷിയാസ് കരീമിന്റെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു സുപ്രഭാതത്തിലെ ആള് മറ്റേ ചീറ്റിംഗ് നടത്തിയതൊന്നുമല്ല. 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു കേസിൽ അദ്ദേഹം പെട്ടതാണ്. ഓക്കെ, അപ്പൊ അതേ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. പിന്നെ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഇപ്പോഴാണ് ഇപ്പൊ സാമ്പത്തിക ഇത് മാത്രമാണെന്നാണ് ഇപ്പൊ പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കേസുകൾ എത്ര കൊണ്ടാലും മതിയാവില്ല, മനസ്സിലാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു കേസ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും രണ്ടുപേർക്ക് തുല്യ പ്രാധാന്യമാണ് അല്ലേ. ഷിയാസ് കരീമിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമുണ്ടാവും. എല്ലാ യൂട്യൂബ് ചാനലേഴ്സും അല്ലെങ്കിൽ പൊതു മീഡിയസ് എല്ലാം ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ് നടക്കുന്നത് ഷിയാസ് കരീമിനെ കരിവരുത്തേക്കാണ്, അല്ലെങ്കിൽ ഷിയാസ് കരീമിനെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം
മറ്റേ ഒരു മറ്റേ മധ്യവയസ്ക സ്ത്രീനെ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മിടുക്ക് 1-2 ലക്ഷം രൂപയല്ല, 65 ലക്ഷത്തോളം ആ സ്ത്രീയിൽ നിന്ന് ജിമ്മിലേക്കാണ്, പുതിയ ജിമ്മ് തുടങ്ങാനാണ്, അല്ലെ ഐഫോണിനാണ്, അല്ലെ വിവാഹത്തിനാണ്, അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ ഷിയാസ് കരീം പറഞ്ഞവൻ പൈസ വലിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ഒരാൾക്ക് ഒരു 10,000 രൂപ കൊടുക്കാൻ തന്നെ നമ്മളെ 1-2 തവണ ആലോചിച്ചിട്ടാണ് പെടുക അല്ലെ. ഒരു 4-5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വരെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞാൽ ശരി. പക്ഷെ ഒരു 65 ലക്ഷമൊക്കെ ഒരാളെ പറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടാണ് ബോധം വന്നിരിക്കുന്നത്. അപ്പൊ ഷിയാസ് കരീമിന്റെ കഴിവ് എന്നല്ലേ പറയേണ്ടത് അവിടെ. അപ്പോ ഒരു ചീറ്റിംഗ് കേസിൽ പെട്ടു കഴിഞ്ഞാൽ അതിന്റെ തുല്യ പ്രാധാന്യം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും തുല്യ പ്രാധാന്യം തന്നെയാണ്. പിന്നെ വിവാഹം കഴിക്കുക എന്നുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് പൊള്ളയാണ്. കാരണം മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിന്റെ വിവാഹം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം അല്ലെ. ഷിയാസ് കരീം അടിച്ചു നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹ ഇതെല്ലാം യൂട്യൂബിലും മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും. അപ്പൊ ഷിയാസ് കരീമൊക്കെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പലതും പറയും. ഇപ്പൊ ഷിയാസ് കരീം ആദ്യം പറഞ്ഞത് എന്താണ്, അതൊരു 60 വയസ്സായ ഒരു സ്ത്രീയാണെന്നൊക്കെയാണ് ആള് പറഞ്ഞത്. അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പൊ എല്ലാം കുത്തിപ്പോക്കണല്ലോ. ഇപ്പൊ മറ്റേ എന്താ പറയാ, ഇപ്പൊ വന്ന റീസെന്റ് ആയിട്ട് ഇപ്പൊ നമ്മളെ കേൾപ്പിച്ചതെല്ലാം ഒരു സൈഡ് മാത്രം, 1 സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് ഷിയാസ് കരീമിന്റെ മറുപടികളും ഷിയാസ് കരീമിന്റെ കൊഞ്ചലും ആ സ്ത്രീയായിട്ടുള്ള കൊഞ്ചിക്കുഴയിലും പൈസന്റെ ഡീലിംഗ് ഒക്കെയാണ് നമ്മൾ കേട്ടത് അല്ലേ. പക്ഷെ അപ്പുറത്തെ സൈഡ് എന്താ പറയാ, അത് പുറത്ത് വിടാറില്ലല്ലോ. അവിടെ അതിജീവിത അല്ലെങ്കിൽ മറ്റേ ഇര എന്ന് പറയുന്ന ഇരട ശബ്ദം പുറത്ത് വന്നിട്ടില്ല. അതിനനുസരിച്ച് ഒരു ചാറ്റിംഗ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾ ചാറ്റ് ചെയ്യില്ലല്ലോ, വോയിസ് ഒറ്റയ്ക്ക് പറയില്ലല്ലോ, തിരിച്ച് അവിടുന്ന് വരുന്ന മറുപടിക്കായിരിക്കും വീണ്ടും പറയുന്നത്. പക്ഷെ ആ സ്ത്രീയുടെ വോയിസ് മാത്രം വന്നിട്ടില്ല. ഷിയാസ് കരീം പറയുന്നത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ അറിയാൻ വേണ്ടിയിട്ട്. അത് കൂടുതൽ കുരുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു ആ സ്ത്രീക്ക് ആളുടെ ഉമ്മയുടെ പ്രായമായി 60 വയസ്സായി എന്നൊക്കെയാണ് ഷിയാസ് കരീം പറഞ്ഞത്. അപ്പൊ തന്നെ 2 മണിക്കൂറിനുള്ളിൽ ആ സ്ത്രീയുടെ ബയോഡാറ്റയൊക്കെ തപ്പി ഏകദേശം ആ സ്ത്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1980 എന്നാണ് പുറത്തു വന്നത്. അപ്പൊ ഏകദേശം ഒരു 45 വയസ്സോളം, 45-46 വയസ്സാണ് ആ സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മറ്റേ ആ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണ്, ഞാൻ ഭയങ്കര ബഹുമാനിക്കുന്ന മറ്റേ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ സമയത്താണ് മറ്റേ ചാറ്റിൽ മറ്റേ വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് ഷുഗർ ബേബികള് അല്ലെങ്കിൽ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകള് അല്ലെങ്കിൽ ഒരുപാട് തരികിട ടീമുകള്, ഒലിപ്പിക്കുന്ന ടീമുകള്, പരമാവധി പറ്റിക്കാൻ നടക്കുന്ന ടീമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ ദിവസവും പല 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 തട്ടിപ്പുകളാണ് വരുന്നത്. അല്ല, ഈ സ്ത്രീക്ക് ഇത്രയ്ക്ക് വിവരമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതുപോലുള്ള സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ആ ഒരു മധ്യവയസ്ക സ്ത്രീകള്, അവര് കുറെ റീൽസോ അല്ലെങ്കിൽ ടിക്ടോക്കോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സജീവമായിരിക്കും. ഈ മധ്യവയസ്ക സ്ത്രീകളായിരിക്കും. അപ്പൊ അവരിനെ പരമാവധി കോഴിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീമുകൾ പിന്നാലെ നടക്കുന്നത്. അത് ഇതുപോലത്തെ ഷോർ ബേബി, ഷിയാസ് കരീം എന്ന് പറയുന്ന ഒരു സിമ്പിൾ എന്ന് മാത്രമേ ഉള്ളൂ. ഷിയാസ് കരീമിനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരൊരിക്കലും ഇങ്ങനെയുള്ള സ്ത്രീകളെ ഒരിക്കലും വിവാഹം കഴിക്കില്ല. അതാണ് ഈ സ്ത്രീകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മാക്സിമം അവർക്ക് വേണ്ടതെന്നാണ്, അവർക്ക് ലൈംഗികത, സെക്സ് അല്ലെങ്കിൽ പണം, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അവര് തഴഞ്ഞിട്ട് പോവും. അപ്പൊ കിടന്ന് അയ്യോ എന്നെ പീഡിപ്പിച്ചേ അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക ഇത് നഷ്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. മനസ്സിലായ? അതാണ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവൻ ഒരിക്കലും നിങ്ങളെ മിക്കവാറും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. മനസ്സിലായി? ദിവ്യമായ പ്രണയമൊക്കെ 80-90കളിൽ. ഇപ്പം പരമാവധി ഒരാളിനെ എങ്ങനെ ചീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മാക്സിമം അയാളിൽ നിന്ന് അല്ലെങ്കിൽ അവളിൽ നിന്ന് മാക്സിമം പണം വലിക്കാന്ന് മാത്രമേ ഇപ്പോഴത്തെ ഇതുള്ളൂ, ട്രെൻഡ്. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറ്റിച്ചേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഈ സെക്സ് ആണെങ്കിലും മറ്റേ ചീറ്റിംഗ് കേസ് ആണെങ്കിലും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലാ സ്ത്രീകളും കുറെ സ്ത്രീകൾ വരിവരിയായിട്ട്
മറ്റേ അപരാസം ചെയ്തുകൊണ്ട് കേസ് കൊടുത്തു. കേസ് നിന്നോ? എല്ലാറ്റിലും ആൾക്ക് ജാമ്യം കിട്ടി അല്ലേ? അതായത് മറ്റേ ഇതൊന്നും കോടതി പോയി നിൽക്കുന്ന കാര്യമല്ല. രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കാൻ പറ്റും? സുപ്രീം കോടതി തട്ടിക്കഴിഞ്ഞു, പുതിയ പുതിയ വിധികൾ വന്നിട്ടുണ്ട് അല്ലേ? അതായത് രണ്ടുപേര് സൗഹൃദമായിരിക്കുന്ന സമയത്ത്, സന്തോഷമായിരിക്കുന്ന സമയത്ത് രണ്ടുപേര് സെക്സിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ പീഡിപ്പിച്ചു പറയുന്നത് അവിടെ തന്നെ ആയോളാം. അതൊക്കെ കോടതിയിൽ പോയാൽ തന്നെ അതിനെ ചവിട്ടി വെളിയിലാക്കും. പിന്നെ ചീറ്റിങ് എന്ന് പറയുന്നത് എന്താ പറയാ, അത് ഷിയാസ് കരീമിന്റെ മിടുക്ക്. അപ്പൊ ഇതുപോലുള്ള ഷിയാസ് കരീമുകള് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഷുഗർ ബേബീസ്. അപ്പോ ഇനിയുള്ള സ്ത്രീകളെങ്കിലും എന്ത് ചെയ്യുക, സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാനം കപ്പൽ കയറിയിട്ട് യാതൊരുവിധ കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, 2-2.5 വർഷം മുമ്പ് ഇതുപോലൊരു സമാനമായ ഒരു കേസില് ഒരു സ്ത്രീ പരാതി കൊടുത്താണ് അല്ലേ? അപ്പോ ഒന്നാമത് വീണ്ടും ഒരു സ്ത്രീ ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇയാളുടെ സ്വഭാവം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഒരാളെ അറിയാതെ പോയി പെടുകയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരാളുടെ സ്വഭാവം വ്യക്തമായി അറിഞ്ഞ് വലിയ കേസും വലിയ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. വലിയ കോലാഹലങ്ങൾ നടന്നിട്ട് പിന്നെയും ആ വ്യക്തിക്ക് പൈസ കൊടുത്ത് എന്താ പറയാ, ഏകദേശം കുറച്ച് പൈസയല്ല, ഒരു 65 ലക്ഷത്തോളം പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നിലവിളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും. അതായത് ഷിയാസ് കരീമൊക്കെ എന്താണ് കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കും പറഞ്ഞ പോലെ ആള് നല്ല രീതിയിൽ അതിനെ പ്രതിരോധിച്ച് അതിനെ ഉടായിപ്പിലൂടെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 2.5 വർഷത്തിന് മുമ്പ് ആ സ്ത്രീ കേസ് കൊടുത്തിട്ട് എന്തായി? അവരുടെ മാനം കപ്പല കയറി അത്ര തന്നെ. ഷിയാസ് കരീം വീണ്ടും എല്ലാ മേഖലകളിലും സെലിബ്രിറ്റി ആയിട്ട് വീണ്ടും അധികം ശക്തമായിട്ട് വന്നു. ഇപ്പോഴും ആളുടെ കോൺഫിഡൻസ് വിട്ടിട്ടില്ല. ഇപ്പൊ ഇതില് അതിജിയുടെ പേരൊന്നും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആളുകളെ സോഷ്യൽ മീഡിയയിൽ പലതും കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോ 2-3 ദിവസമുള്ളവരുടെ പേരും അവരുടെ സ്ഥലവും എല്ലാം പുറത്ത് വരും. 30 പേർക്കും അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതില് ഏറ്റവും കൂടുതൽ വ്യക്തമായ തെളിവും അല്ലെങ്കിൽ അവരുടെ മാനം കപ്പലേറുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് അറിയാലോ. അപ്പൊ ഇതുപോലെയുള്ള പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഷുഗർ ബേബി അല്ലെങ്കിൽ ഷിയാസ് കരീം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, ഇഷ്ടംപോലെ ഇതുപോലത്തെ പിള്ളേരുകളുണ്ട്. അപ്പൊ അതില് സ്ത്രീകൾ ഇനിയെങ്കിലും ഒരു പാഠം പഠിക്കുക. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക പ്രായമായി അല്ലെങ്കിൽ ഒരു മധ്യവയസ്ക ഇതായി. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികള് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ ഓരോ ടീമുകളിനെ പരിചയപ്പെട്ട് അവര് മാക്സിമം മുതലെടുപ്പ് നടത്തും. ഒന്നുകിൽ നിങ്ങളെ മറ്റേ ശരീരമായിരിക്കും, അല്ലെങ്കിൽ പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടുമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയും. ഇഷ്ടംപോലെ അനുഭവങ്ങള് നമ്മള് മറ്റേ ന്യൂസുകള് മാധ്യമങ്ങൾ തുറന്നാൽ തന്നെ നമുക്ക് അറിയാലോ എത്ര തരം ചീറ്റിങ്ങുകളാണ് നടക്കുന്നത്. എല്ലാം വെറൈറ്റി പുതിയ വെറൈറ്റി രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, കലക്ടർമാരൊക്കെയാണ് ഇങ്ങനെയുള്ള കേസിൽ പെട്ട് തൊലയുന്നത്. ഡോക്ടർമാരടക്കം ഇതുപോലുള്ള ഷുഗർ ബേബിയുള്ള കേസുകളിൽ പെട്ട് പട്ടം തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പല എന്താ പറയാ ഒലിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിൽ സംസാരിക്കും, പല വാഗ്ദാനങ്ങൾ നൽകും, പല വിവാഹ വാഗ്ദാനങ്ങൾ നൽകും. കുടുംബം നോക്കാന്ന് പറയും, നിങ്ങളെ അവസാനം ചാകുന്നവരെ സംരക്ഷിക്കുക പറയും. മറ്റേ ഷിയാസ് കരീമിന്റെ ആ ചാറ്റ് വോയിസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ചാകുന്നവരെ ഒരുമിച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള ടീമുകൾ ഒരിക്കലും നിങ്ങളെ ഈ സ്ത്രീകൾ മനസ്സിലാക്കുക. നിങ്ങളെ വിവാഹം കഴിക്കൂല, നിങ്ങളെ അവസാനം വരെ നോക്കൂല. ആ ധാരണയൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ്. പിന്നെ ഇങ്ങനെയുള്ള ടീമുകളിൽ നിങ്ങൾ അഥവാ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചോ, അത് അതിനേക്കാൾ വലിയ നാശമായി മാറും. എന്താ കാരണം, ഇങ്ങനെയുള്ള ടീമുകള് ഒരു സ്ത്രീകൾ കൊണ്ടൊന്നും അവർക്ക് മതിയാകില്ല. ഒന്നിലേറെ സ്ത്രീകള് അവരുടെ ക്യാരക്ടറെ ചോട്ടയിലെ ശീലം ചോറല വരെ പറഞ്ഞ പോലെ അവരുടെ ശീലം അവസാനം വരെ അവർ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അവരുടെ ഒരു പുളിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പൈസ അല്ലെ ഗ്ലാമർ, സ്ത്രീകളുടെ ഗ്ലാമറൊക്കെ മാറാൻ എത്ര തന്നെ വേണം. പുരുഷനാണ് പറഞ്ഞാൽ ഏകദേശം മറ്റേ സ്ത്രീ ഇപ്പൊ ബയോളജിക്കലി സ്ത്രീന്റെ സ്കിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ചുളി വരും. ഒരു 35 വയസ്സ് കഴിഞ്ഞ് തന്നെ സ്ത്രീന്റെ മറ്റേ സ്കിൻ എന്ന് പറയുന്നത് ചുളി വരും. ആണുങ്ങൾക്ക് ഒരിക്കലും 35 വയസ്സായ ഒരുത്തന്റെ സ്കിന്നിന് ചുളിയില്ല.
ഒരു 55-60 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ പുരുഷന്മാരുടെ സ്കിന്ന് ചുളിയില്ല. അത് ബയോളജിക്കലി അത് അങ്ങനെയാണ്. ആണുങ്ങൾക്ക് നര പെട്ടെന്ന് വരും, സ്കിന്ന് ചുളിയില്ല. ഒരു സ്ത്രീ എന്ന് പറയുന്നത് 35-38 വയസ്സാകുമ്പോഴേക്കും സ്കിന്ന് ചുളിയും. പിന്നെ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ മാക്സിമം ഒരു 5-6 മാസം ഒരുമിച്ച് താമസിക്കും. നമ്മൾ പല കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ടീമുകളിലേക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഒന്നുകിൽ അവർ അടിച്ച് പിരിഞ്ഞ് ഇതുപോലെ കേസും കൂട്ടമായി മാറും, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കും. എന്താ കാരണം? ഈ പ്രായത്തിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും? പ്രായത്തിൽ കമ്മിയായിട്ട് വിവാഹം കഴിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതും കൂടി ആയി കഴിഞ്ഞാൽ അതിനേക്കാൾ രൂക്ഷ പ്രശ്നമായിരിക്കും. അപ്പോൾ വേറൊരാള് അടുത്ത ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവൻ പഴയ പോലെയല്ല, ചാവുന്ന വരെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇതില് പെടുത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യം ഉണ്ടായില്ല. അപ്പൊ വീണ്ടും അവിടെ പ്രശ്നങ്ങളായി. ലിവിങ് ടൂതറാണെങ്കിലും വിവാഹം കഴിച്ചാലും അവിടെ രൂക്ഷ പ്രശ്നമായിരിക്കും. അപ്പൊ മറ്റയാൾ വിചാരിക്കുന്നത് വീട്ടിലെ തട്ടറന്നായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ കൊലപാതകങ്ങൾ അല്ലേ? ഈ അടുത്തടുത്തുന്ന മർഡറുകളെല്ലാം ഇതുപോലെ തന്നെയാണ്. ലിവിങ് ടൂതറും ഒരുമിച്ച് കല്യാണം കഴിച്ച ആളുകളൊക്കെയാണ് ഒരുപാട് കൊലപാതകങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ വരുന്നത് നമ്മൾ ശരിക്കും വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഈ സ്ത്രീ എന്ന് പറയുന്നത് നാട്ടിലെ എന്താ പറയാ മാനത്തുനിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ. ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നല്ല ധാരണയുണ്ട്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഷിയാസ് കരീം എന്ന് പറയുന്നത് വളരെ തന്ത്രശാലിയാണ്, നല്ല മിടുക്കനാണെന്ന് എന്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും കുറ്റം പറയുന്നില്ല. അദ്ദേഹം ഒരു കേസിൽ പെട്ടതിന് ശേഷം, അതായത് 2-2.5 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഒരു കേസിൽ, സമാനമായ കേസിൽ പെട്ടുന്ന്. ആ കേസിൽ പെട്ടതിന് ശേഷം വേറൊരു പെണ്ണിനെ വളച്ച് 65 ലക്ഷം തട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഷിയാസ് കരീമിനെ നമ്മളെ സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. ആ സ്ത്രീ നല്ല ചീറ്റിങ്ങിനായി. ഇനിയും ഷിയാസ് കരീം ഇനിയും എന്താ പറയാ, ഇത് കഴിഞ്ഞാലും ഏറ്റവും അവസാനം വെച്ചാണ് ചോട്ടയിൽ ശീലം ചോടല വരെ പറഞ്ഞ പോലെ അവസാനം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്തായാലും ചെറിയൊരു സങ്കടമുണ്ട്. പിന്നെ ആ സ്ത്രീ മറ്റേ ലൈംഗിക പരാതിയൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്, അതില് കുറച്ചെങ്കിലും മെച്ചം. അതായത് ഷിയാസ് കരീം എന്നെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊന്നും ആ സ്ത്രീ കേസ് കൊടുത്തിട്ടില്ല. റീസെന്റ് ആയിട്ട് എന്താ പറയാ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നാണ് കേസ്. പിന്നെ അവർ പറയുന്നത് ഇനി മറ്റൊരു സ്ത്രീ ഇതില് വഞ്ചിതരാകണ്ട, ഇവനിൽ നിന്ന് എന്താ പറയാ ചീറ്റിംഗ് ആകണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തതെന്നൊക്കെയാണ് ലാസ്റ്റ് വന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അവർക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതുപോലുള്ള ഷുഗർ ബേബി എനിക്ക് തോന്നുന്നില്ല ഇവനൊക്കെ പെടുമെന്നോ അല്ലെ ഇവനൊക്കെ ശിക്ഷിക്കപ്പെടുമെന്നോ എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ആരുടെ ഭാഗത്താണ് ന്യായം? അല്ലെ ആ സ്ത്രീയിൽ നിന്ന് ഇത്രയും പൈസയൊക്കെ പറ്റിച്ചിട്ട് പറഞ്ഞാൽ അവർക്ക് തിരിച്ച് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.